ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നല്ല നേതാവായിരുന്നു. ആ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ആയപ്പോഴും പാർട്ടിയും അതുപോലെ അധികാരവും ഒരുപോലെ കൈയാളി മുന്നോട്ട് കൊണ്ടുവന്നു. പല ആളുകളുടെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി. അതുകൊണ്ട് തന്നെ തൻ്റെ പിൻഗാമിയായിട്ട് മരുമകനെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു, പോസിറ്റീവായിട്ട് കാര്യം. പക്ഷേ ഈ തന്ത്രങ്ങളൊക്കെ കണ്ടുപഠിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച മറ്റ് നേതാക്കളില്ലേ, പിണറായി വിജയൻ്റെ ഒരു കാലം ഇന്നല്ലെങ്കിൽ നാളെ മാറിയാൽ ഈ റിയാസിനെ അടിച്ചമർത്താൻ ഇതേ പാതയിലൂടെ സഞ്ചരിച്ചു വന്ന നേതാക്കൾക്ക് കഴിയില്ലേ? അപ്പോൾ ഈ എടുക്കുന്ന പ്രയത്നം മുഴുവൻ വെറുതെ ആയിപ്പോയില്ലേ? അല്ല, നമുക്ക് നമ്മുടെ ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത് ഇ കെ നായനാർ ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജനപിന്തുണ എന്ന് പറയുന്നത് ആരെതിർത്താലും അതിനെയൊക്കെ ചിരിച്ചു തള്ളാൻ സാധിക്കുന്ന, എല്ലാവരുമായിട്ടും നല്ല റിലേഷൻഷിപ്പ്, ജനങ്ങളുമായിട്ടും ബാക്കി എതിർ പാർട്ടിക്കാരുമായിട്ടും, അന്ന് കരുണാകരനും ഇ കെ നായനാരൊക്കെയുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്ന തരത്തിൽ ഇപ്പം ഇഫ്താർ പാർട്ടിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സമ്മേളനം കൂടുമ്പോൾ കൂടെ കാണുന്ന ഷെയ്ക്കാൻ കൊടുക്കുന്ന ബന്ധമല്ല. ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരോ പിണറായിയോടുള്ള ഒരു അവരുടെ ഉള്ളിലുള്ള ഒരു അടുപ്പമില്ലായ്മ പണ്ട് മാർക്സിസ്റ്റ് നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിന്നെ അച്യുതാനന്ദന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയുടെ, ആൾക്കാരുമായിട്ട് ഒരു സ്നേഹമില്ലാത്ത, അനുകമ്പയില്ലാത്ത, ആരോടും ഇത്തരത്തിലുള്ള ദൃഷ്ടികോണിലൂടെ മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവർ എനിക്കൊന്ന് പാർട്ടിക്കാർക്ക് തന്നെ മടുത്തിട്ടാവും. അപ്പോൾ ചിലപ്പോൾ അവരുടെ പിന്നാലെ കൊണ്ട് നടക്കുന്നത് ഒരു ഭയം കൊണ്ടുകൂടി ആവാൻ സാധ്യതയുണ്ട്. അത് മുഹമ്മദ് റിയാസിന് പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ തന്നെ ഒരു നാശത്തിൻ്റെ തുടക്കമാവും. അല്ലെങ്കിൽ രണ്ട് ജയരാജന്മാർ കണ്ണൂരിൽ നിന്ന് ചെയ്യുന്നത് പോലെയൊന്നും ചെയ്യാൻ പറ്റിയ നേതാക്കന്മാർ ഇന്ന് ഫുള്ളില്ല. ഗോവിന്ദൻ മാസ്റ്ററും രണ്ട് ജയരാജന്മാരും പിണറായിയും കഴിഞ്ഞാൽ എം എ ബേബിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ചെയ്യാൻ പറ്റുന്ന മാർക്സിസം അല്ല കേരളത്തിലെ മാർക്സിസം. അപ്പോൾ അതിന് വേറെ തന്നെയുള്ള ഒരു ചൊവ്വയും ചുവടുവെപ്പും പയറ്റാനുള്ള കഴിവൊക്കെ വേണം. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.